മുഹബത്തിക്ക സർബത്തിന് ശരിക്കും വേണ്ടത് റെഡ് കുമ്മട്ടിയല്ലേ, നമുക്ക് കിട്ടിയത് യെല്ലോ കുമ്മട്ടിയ. ശ്രീസവന്റെ സ്പെഷ്യൽ കുടിച്ച് ക്യാമി ഇവിടെ ബോധം കെട്ട് കിടക്കാന്ന് തോന്നാൻ. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിലുണ്ടോ ഈ ഒരു തണ്ണിമത്തൻ. നമ്മൾ ഇതും കൊണ്ടിട്ട് ഇന്നൊരു സൂപ്പർ സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ നല്ല വേനലൊക്കെ, അപ്പൊ ആ വേനൽ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്നത്. അത് മാത്രല്ല ഇപ്പൊ ഇഫ്താർ മറ്റേ നമ്മളുടെ നോമ്പ് തുറ സമയമൊക്കെയാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ്. എല്ലാവർക്കും അറിയാൻ പറ്റും, മുഹബത്തിക്ക സർബത്ത്. അപ്പൊ കണ്ണനും എല്ലാവർക്കും അത് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയിട്ട് വന്നത്. അപ്പൊ എന്തായാലും കണ്ണന് മുഹബത്തിക്ക സർബത്ത് വേണമെന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും അപ്പൊ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടൊരു മുഹബത്തിക്ക സർബത്ത് ഉണ്ടാക്കാം. അപ്പൊ നമുക്കിത് അങ്ങ് കട്ട് ചെയ്യാം. എന്റെ ഫേസ് മുഹബത്തിക്ക സർബത്തിന് ശരിക്കും വേണ്ടത് റെഡ് കുമ്മട്ടിയല്ലേ, നമുക്ക് കിട്ടിയത് യെല്ലോ കുമ്മട്ടിയ. അല്ല, നമുക്ക് യെല്ലോ കുമ്മട്ടി കൊണ്ടിട്ട് സർബത്ത് ഉണ്ടാക്കുന്ന സാധാരണ കണ്ടിരിക്കുന്ന പിങ്ക് കളറിലാണ്. ഞാനിത് പിങ്ക് ആണെന്ന് വിചാരിച്ചാ വാങ്ങിച്ചത്, പക്ഷെ യെല്ലോ ആയിപ്പോയി. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതും കൊണ്ടിട്ട് മുഹബത്തിക്ക സർബത്ത് ഉണ്ടാക്കണം. എന്തെന്ന് പറയുന്നു ചിലു, ഇതിപ്പോ എന്ത് ചെയ്യും? ഇത് വെച്ചുണ്ടാക്കാം. ഇത് വെച്ചുണ്ടാക്കിയാ മതിയാ? ഇത് വെച്ചിട്ട് ഉണ്ടാക്കുവോ? അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് വെറൈറ്റി പിടിക്കാം. നമുക്ക് എന്തായാലും അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ സാധാരണ കണ്ടിരിക്കുന്നതൊക്കെ റെഡ് വെച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ നമുക്കൊരു അബദ്ധം, നമുക്ക് എന്താ പറയാ, അബദ്ധം പറ്റിയതാണെങ്കിൽ നമുക്ക് ഇതും കൊണ്ടിട്ടൊന്ന് ഉണ്ടാക്കി വെക്കാം. പക്ഷെ എനിക്ക് തോന്നാനുള്ള ഇത് അത്രയും ഇത് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കണ്ണാ, നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടാ. മുഹബത്തിക്ക സർബത്ത് യെല്ലോ കുമ്മട്ടി ആയി പോയി. സാരമില്ല, നമുക്കിന്ന് ഇതും കൊണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. തീർക്കും സാധനം ചിരി ഓരോ പീസായിട്ട് എടുത്ത് കഴിച്ചാൽ നമ്മൾക്ക് ഈ ഇതിലെ കുരുക്കളൊക്കെ നമുക്ക് ഒഴിവാക്കാട്ടോ. കുറച്ചൊക്കെ ഇത് അരിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുറച്ച് കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാം. കാര്യം എനിക്ക് അങ്ങനെ കുരു കഴിക്കണം അധികം ഇഷ്ടമല്ല. യൂട്യൂബിൽ എന്തോ സ്പെഷ്യലായിട്ട് കട്ട് ചെയ്യണം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സ്ലൈസ് ചെയ്ത്. മറ്റേ കുരു ഇല്ലാണ്ടല്ലേ, നമുക്ക് നോക്കാം. പിന്നെ ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് ആർക്കും ജോലിക്കൊന്നും പോകണ്ട, എല്ലാരും വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം കൂടിയല്ലേ. അപ്പൊ എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചൂട് നന്നായിട്ട് വെട്ടാണ്. ശരിക്കും നമ്മൾ ഇന്നലത്തെ വീഡിയോയില് ഇത് ഭയങ്കര കുഞ്ഞാക്കിയാണ് വെട്ടേണ്ടത്. തീരെ നൈസ് ആക്കണം. നമുക്ക് സ്പൂണും കൊണ്ട് ഉടയ്ക്കാം. ഞാൻ വെട്ടി കാണിക്കട്ടെ. ഞാൻ യൂട്യൂബിൽ കണ്ടു. നമുക്ക് ഇന്നലെ ചിലു ഉണ്ടാക്കിയ ആ ഒരു ഇടണ്ടായിരുന്നു അല്ലെ. ഇന്നലെ പെസഹ വ്യാഴമായിട്ട് ചിലു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പെസഹ അപ്പവും അതുപോലെ തന്നെ പാനി ഉണ്ടാക്കി. പാനി കുറച്ച് ലൂസായി പോയി എന്ന് മാത്രമല്ല, പക്ഷെ ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പെസഹ അപ്പവും. പക്ഷെ ഞാൻ ഇന്നലെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയി. അപ്പൊ പിന്നെ വീഡിയോ എടുക്കും. ഞാൻ വന്നപ്പോ തന്നെ ആള് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മൾ കുറെ നാളായിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. വീഡിയോ എടുക്കാനായിട്ട് ഇപ്പൊ രാത്രി എത്തുമ്പോ തന്നെ 7:45 ആകെ ടയേർഡായിട്ടായിരിക്കും വീട്ടിൽ വരണം. അപ്പൊ പിന്നെ എനിക്ക് അതിന് മടിയുമാവും. അപ്പൊ എന്തായാലും അപ്പൊ ഇന്ന് എന്തായാലും ഇങ്ങനെ ഇത് കണ്ടപ്പോ വന്നാ പിന്നെ ഒരു വീഡിയോ കുറെ നാളായില്ലേ യൂട്യൂബിലേക്ക് ഇട്ടിട്ട്, എന്നാ പിന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. വ്യൂസ് ഒന്നും കയറാറില്ല. വ്യൂസ് അത്യാവശ്യം കുറച്ച് വ്യൂസ് ഒക്കെ ഉള്ളു. പോട്ടെ, സാരമില്ല. കെമി വാ വാ, കിച്ചണിൽ കയറൂല കെമി. ആണോ? മധുരം ലേശം കുറവാ. എല്ലാം ആ ഒരു നല്ല മധുരം ഇല്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ കുരു കുറച്ചൊക്കെ എടുത്ത് മാറ്റാം. ഒത്തിരി കുരുവായിരുന്ന ഒരു. അപ്പൊ തുമ്പി നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിട്ട് കുളിച്ച് വന്നേക്കാണ്. ഇതിന്റെ തൊണ്ടും കൊണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 കൊമ്പ് ഉണ്ടാക്കിട്ട് തുമ്പിക്ക് വെച്ചുതരാം. കണ്ടിട്ടില്ലേ? ഇതിന്റെ തൊണ്ട് വെച്ചിട്ട് തോരൻ വെക്കും. തോരൻ വെക്കുന്നതാ. നമുക്കെന്നാ ഇതും കൊണ്ട് തോരൻ വെച്ച് വെക്കാലോ. ഒരെണ്ണം പോലും കഴിക്കില്ല, വെറുതെ ആ സാധനം വേസ്റ്റ് ആക്കാന്നല്ല. നമുക്ക് ഇതും കൊണ്ടിട്ട് വേണേ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ ഈ കപ്പയുടെ തൊണ്ടും കൊണ്ടിട്ട് നമ്മള്
ഉണ്ടാക്കില്ലേ പണ്ട് കപ്പ പൊളിക്കണ സമയത്ത്. അത് പണ്ട് കുഞ്ഞായിരുന്നു. കുഞ്ഞായിരുന്നു. അപ്പൊ കപ്പ പൊളിച്ച് കഴിയുമ്പോ ആ തൊണ്ട് കൊണ്ട് പല്ലുണ്ടാക്കും. യക്ഷിയുടെ പല്ല്, രാക്ഷസന്റെ പോലത്തെ പല്ല്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കും. അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ, പല്ലല്ല, പല്ലൊന്നും വെക്കാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും കൊമ്പ്, പിന്നെ അതുകൊണ്ട് മുയലിനെയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഓരോ കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതുപോലെ ഇപ്പൊ തൽക്കാലം ഒന്നും ഉണ്ടാക്കും. നമ്മളിപ്പോ കുറച്ച് എടുത്തിട്ടുണ്ട്, ഇതിന്റെ പകുതി എടുത്തുള്ളൂ കേട്ടോ. കാര്യം യെല്ലോ ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നില്ല. അപ്പൊ യെല്ലോ കൊണ്ട് ഉണ്ടാക്കി. ഞാന് റെഡ് ആണെന്ന് പറഞ്ഞാ വാങ്ങിച്ചത്. പക്ഷെ പകുതി എടുത്ത തികയില്ല ഇവിടെ. അല്ല നമുക്ക് നോക്കാം. ഇത് ഞാൻ തുമ്പി ഇത് റെഡ് ആണെന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മുറിച്ചപ്പോ എന്നാ പിന്നെ യെല്ലോയിൽ തന്നെ നമുക്ക്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല. അതുകൊണ്ട് ഇത് ഞാൻ പകുതി മാറ്റി വെച്ചു. കാര്യം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. പക്ഷെ നമുക്ക് തികയോന്നുള്ളത് ഇച്ചിരി. അത് തികയില്ല ഞാൻ പറയണം. പാലൊക്കെ ഒഴിക്കാനുണ്ടല്ലോ, നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നല്ലതാണെങ്കിൽ അതും കൂടി എടുക്കാം. തുമ്പി ഉണ്ടല്ല, ചിറ്റേനെ എന്നെ വിളിക്കാറില്ല. എന്നെ വിളിക്കണ എന്താണെന്നറിയാമോ? ശ്രീസവൻ. ഇപ്പൊ എന്താണോ ചിറ്റേന്ന് വിളിച്ചത്. അപ്പൊ നമ്മുടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ഞാൻ ഇത് നല്ലോണം ഒന്ന് അടിച്ച് ഭയങ്കരമായിട്ട് ഇതായി പോയിട്ടില്ല. പക്ഷെ അത് നല്ലോണം ഒന്ന് കൊത്തി ഉടച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ആ ഒരു പാകത്തിനെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. ഇതിലേക്ക് തണുത്ത പാലാണ് ഞാൻ ഒഴിക്കണത്. കാച്ചാത്ത പച്ച പാലാണ് കേട്ടോ ഒഴിക്കണത്. നമ്മുടെ മിൽമ പാലാണ്. അപ്പൊ അത് കാരണം നമുക്ക് ധൈര്യമായിട്ടൊക്കെ ഒഴിക്കാം. മതിയോ? ആ മതി. നോക്കിയിട്ട് ഒഴിക്കാം. ഇതിലോട്ട് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടാ. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ആ കുമ്മട്ടിയുടെ മധുരവും മിൽക്ക് മെയ്ഡിന്റെ മധുരവും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാം. നോക്കാം ടേസ്റ്റ് ഒക്കെ ലാസ്റ്റ് എങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കസ്കസ് നമ്മളിവിടെ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കസ്കസ് കാണിക്കും. കസ്കസ് ഉണ്ടായിരുന്നു ഇത്. ഈ കസ്കസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കിടന്നോട്ടെ. കസ്കസ് എനിക്ക് ഇഷ്ടമാണ്. കണ്ണനോ? മതിയോ? ടേസ്റ്റ് നോക്കിട്ട് മധുരം നോക്കണേ. കണ്ണാ നീ മധുരം നോക്കോടാ. ഞാൻ നോക്കണ്ട. മധുരം പോലെ കുറച്ചൊരു മധുരം മിൽക്ക് മെയ്ഡ് ഇച്ചിരി. കാര്യം യെല്ലോ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹാഫും കൂടി എടുത്താലോ? ഹാഫും കൂടി എടുക്കാം നമുക്ക്. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഹാഫ് എടുക്കാം. പാക്കറ്റ് പൊട്ടിച്ചപ്പോ അങ്ങനെ തന്നെ ഇരിക്കും. മധുരം നോക്കും. മധുരം ആദ്യം മിക്സ് ആക്കും. അതുപോലെ തന്നെ ആ ഒരു മിൽക്ക് മെയ്ഡിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് പ്രത്യേകത ആയിരിക്കും. ഇതുവരെ കുടിച്ചിട്ട് പോലില്ല. ചുമ്മാ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന്റെ മധുരം വേണ്ടേ? മിൽക്ക് മെയ്ഡ് അത് മതി. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കാം. മധുരം അപ്പൊ നമ്മള് പഞ്ചസാര ഒന്നും ചേർത്തില്ല കേട്ടോ. ഇതിലോട്ട് പഞ്ചസാര ആ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് നല്ല മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെന്താ കഴിച്ചു കാരണം വന്ന് കഴിച്ച ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എടുക്കട്ടെ. നമ്മളൊരു കാര്യം മറന്നുപോയി. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ് കൂടി ഇടണം. കാര്യം തണുപ്പുണ്ട്, പാലിന്റെ ആ ഒരു തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഐസ് ഇടുമ്പോഴുള്ള ആ ഒരു ഇത് വരില്ല. അപ്പൊ രണ്ട് മൂന്ന് ഐസും കൂടി ഇട്ട് മധുരത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരെയെങ്കിലും കുഴപ്പമില്ല. ഐസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗ്ലാസ്സിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗുഡ് ഫ്രൈഡേ സ്പെഷ്യൽ, ഇഫ്താർ സ്പെഷ്യൽ എന്നൊക്കെ പറയണത് ഇഫ്താറിനും. അപ്പൊ നോൻപെടുത്തിരിക്കുന്ന എല്ലാ എന്റെ ഫ്രണ്ട് സുറുമിക്കും ഇപ്പൊ നോൻപിലായിരിക്കും. അപ്പൊ സുറുമി എല്ലാരും ഇതപ്പൊ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം സുറുമി പറഞ്ഞു, ചേച്ചി ഇങ്ങനെ അവര് നോമ്പ് തുറക്കുമ്പോ ഇതാ ഇങ്ങനെ ഉണ്ടാക്കാറ്, എന്താണ് കുമ്മട്ടിയും കൊണ്ടിട്ട് ഇങ്ങനത്തെ ഡ്രിങ്ക് ആണ് അവർ ഉണ്ടാക്കണത്, ഉണ്ടാക്കി നോക്ക്, ട്രൈ ചെയ്യുന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. എല്ലാവരും കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. യെല്ലോ കുമ്മട്ടി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും കഴിച്ചു നോക്കണം. കഴിച്ചൊക്കെ ടേസ്റ്റ് വേണം.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തണം. അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് വേറൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. എല്ലാരും കൂടി നോക്കണേ. ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മേ ഇഷ്ടപ്പെട്ടടി ഇഷ്ടപ്പെട്ട കുച്ചോട്ടാ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടായാനല്ലേ ഇതുണ്ടാക്കിയായിരുന്നെങ്കിൽ കുറേ കൂടി. Meanwhile, ശ്രീസവന്റെ സ്പെഷ്യൽ കുടിച്ച് ക്യാമി ഇവിടെ ബോധം കെട്ട് കിടക്കാൻ തോന്നാൻ.